അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്, നമ്മൾ പല വീഡിയോകൾക്ക് താഴെയും പല കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പൊതുപരീക്ഷയുടെ റിസൾട്ട് വരുന്നത് റമദാൻ 15, 16, 17 ഈ ദിവസങ്ങളിലെ ഏതെങ്കിലും ഒരു ദിവസത്തിലായിട്ടായിരിക്കും. അത് മുന്നേ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ അറിയിക്കും, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീവാലുവേഷന് വേണ്ടി കൊടുക്കൽ, പൊതുപരീക്ഷ റിസൾട്ട് വന്ന ശേഷം നമ്മൾ വിജയിച്ച ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണെങ്കിലും ആ വിഷയത്തിൽ നമ്മൾ വിചാരിച്ച മാർക്കല്ല നമുക്ക് ലഭിച്ചത്. നമ്മൾ എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം 97 മാർക്ക് ടോപ്പ് പ്ലസിൻ്റെ മാർക്ക് ഉണ്ട്. പക്ഷേ വന്നത് ഒരു 85 അല്ലെങ്കിൽ 80 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, റീവാലുവേഷന് വേണ്ടി കൊടുക്കാം. അത് ടോപ്പ് പ്ലസിന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് ലഭിക്കാത്ത ആർക്കും എന്തിനു വേണ്ടി കൊടുക്കുക, റീവാലുവേഷന് വേണ്ടി കൊടുക്കുക. ഏത് വിഷയവും കൊടുക്കുക കേട്ടോ. പക്ഷേ ഖുർആൻ ഹിഫ്ള് ഒഴികെ ഏത് വിഷയവും നമുക്ക് കൊടുക്കുക. ഖുർആൻ ഹിഫ്ളിന് റീവാലുവേഷൻ ഇല്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ടോപ്പ് പ്ലസിൻ്റെ മാർക്ക് ഉണ്ടെങ്കിൽ ഖുർആനും ഹിഫ്ളും ഓട്ടോമാറ്റിക്കായിട്ട്, ലിസാനിലൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഖുർആൻ്റെ മാർക്കും കയറുമെന്ന് പറയാറുണ്ട്. ബാക്കിയുള്ള വിഷയങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഖുർആൻ ഹിഫ്ളിലാണ് മാർക്ക് കുറവെങ്കിൽ എന്തു ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് കൂടുമെന്ന് പറയാറുണ്ട്. അല്ലാഹു അഅലം. പിന്നെ അതുപോലെ സേപരീക്ഷ എഴുതുന്നവരും ഇതേപോലെ തന്നെ അപേക്ഷിക്കേണ്ടതുണ്ട്. സേപരീക്ഷയ്ക്ക് ഒറ്റ വിഷയത്തിൽ പോയ ആളുകൾക്ക് മാത്രമേ സേപരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. 2 അതിൽ കൂടുതലോ വിഷയങ്ങളിലൊക്കെ പരാജയപ്പെട്ടവർക്ക് സേപരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ റീവാലുവേഷൻ ആണെങ്കിലും സേപരീക്ഷയാണെങ്കിലും രണ്ടിനും ഫീസ് ഉണ്ട്. റീവാലുവേഷൻ ആണെങ്കിലും അതുപോലെ സേപരീക്ഷ എഴുതാനാണെങ്കിലും രണ്ടിനും ഫീസും ഉണ്ട്. അതുപോലെ നിശ്ചിത സമയമുണ്ട്. ആ സമയം സംസ്ഥയുടെ ഭാഗത്ത് നിന്ന് അറിയിക്കും, ഏത് സമയത്താണ് റീവാലുവേഷന് വേണ്ടി കൊടുക്കേണ്ടത്, അതുപോലെ സേപരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടതെന്നൊക്കെ. അതെന്ത് ചെയ്യും, ടൈം ആകുമ്പോൾ അവിടെ നിന്ന് അറിയിക്കും. അതിന് പ്രത്യേക സമയമുണ്ട് അവസാനിക്കുന്നതിനും. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, റീവാലുവേഷന് വേണ്ടിയിട്ടും സേപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും അപേക്ഷിക്കണം. പിന്നെ അത് കൊടുക്കുന്ന ഓപ്ഷൻ എന്ത് ചെയ്യും, ഇല്ലാതായി പോകും. അപ്പോൾ സേപരീക്ഷ നമുക്ക് അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ സദർ ഉസ്താദിനോടോ പറഞ്ഞാൽ മതി, അവരത് ചെയ്തോളും. ഇനി നമുക്ക് ഓരോ വീഡിയോ താഴെ വന്ന കമൻറ്റുകളൊന്ന് വായിച്ചതിന് റിപ്ലൈ കൊടുക്കാം. ഒന്ന്, ലിസാനിലെ ഉമ്മ ചൂലുകൊണ്ട് മുറ്റം വൃത്തിയാക്കുകയാണ് എന്ന് മാത്രമേ എഴുതാത്തതുള്ളൂ. നല്ല ഫാത്തുൽ ഉമ്മു എന്നെഴുതി. ആ ക്വസ്റ്റ്യന് മാർക്ക് കൊടുക്കുമോന്ന്. നല്ല ഫാത്തുൽ ഉമ്മൂന്ന് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇവിടെ ഉമ്മ ചൂലുകൊണ്ട് മുറ്റം വൃത്തിയാക്കി എന്നതിന് ഒന്നല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം വരുന്ന മിക്നസത്വൻ, അൽ ഉമ്മു, അല്ലെങ്കിൽ തുഫാഹത്വൻ, ഏകദേശം എന്ത് ചെയ്തും അതിൻ്റെ അർത്ഥം യോജിച്ച് വരുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് ലഭിക്കും. ഇനി എവിടെയെങ്കിലുമൊക്കെ മാർക്ക് കുറക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറക്കുണ്ടാവുള്ളൂ, തെറ്റിയ ആ ഭാഗത്തിന് മാത്രം. അത് നോക്കുന്ന ഉസ്താദിനനുസരിച്ചായിരിക്കും കിട്ടുമോ ഇല്ലേ എന്ന് തീരുമാനിക്കും. മറ്റൊരു രക്ഷിതാവ് കമൻ്റ് ഇട്ടതാണ്, ഖുർആനിൽ 100 മാർക്കും താരീഖിൽ 100 മാർക്കും ദുറൂസിൽ 100 മാർക്കും ലിസാനിൽ 99 മാർക്കും ഫിഖഹിൽ 95 മാർക്കുമാണെങ്കിൽ 2 മാർക്ക് കൂട്ടി കൊടുക്കുമോ, പ്ലീസ് റിപ്ലൈ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് ടോപ്പ് പ്ലസ് ആവുമെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഖുർആനും ഹൈഫുളും ഫുള്ള് മാർക്കുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഈ 95 മാർക്കിൻ്റെ അപ്പുറത്തേക്ക് പോവാൻ സാധ്യത ഉണ്ടോ എന്ന് എഴുതിയ കുട്ടിക്ക് തോന്നണം. ഞാൻ എഴുതിയ ചോദ്യോത്തരങ്ങൾ ഏകദേശം ഒരു 98 മാർക്ക് അല്ലെങ്കിൽ 100 മാർക്ക് ഉറപ്പായിട്ട് ലഭിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അത് ടോപ്പ് പ്ലസ് തന്നെ ആയിരിക്കും. അല്ലാതെ തെറ്റിയ ഉത്തരങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മാർക്ക് കൊടുക്കൂല. ഉള്ള ശരിയായ ചോദ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മാർക്ക് കൊടുക്കുള്ളൂ. പിന്നൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെയാണ്. പിന്നെ മറ്റൊരു രക്ഷിതാവ് കമൻ്റ് ഇട്ടത്, റുക്കോയിലെ ദിക്റിലെ അലീം എന്നതിന് പകരം അയല എന്ന് എഴുതിപ്പോയി, ബാക്കിയെല്ലാം ഓക്കെയാണ്, അതിന് 4 മാർക്കുണ്ട്, അത് കിട്ടുമോന്ന്. 4 മാർക്ക് കിട്ടുക വെച്ചാൽ അത് ഫുള്ളായിട്ട് കിട്ടേണ്ട സാധ്യതയില്ല. കുറഞ്ഞത് 3 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ കിട്ടാൻ സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ നോക്കുന്ന ഉസ്താദിനനുസരിച്ച് ഉസ്താദിന് ഇട്ട് കൊടുക്കാൻ തോന്നിയാൽ ഇട്ട് കൊടുക്കും. പിന്നെ ഈ രൂപത്തിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു 3 മാർക്ക് ഇട്ട് കൊടുക്കണം എന്നാണ്. മറ്റൊരു കമൻ്റാണ്, ഫിഖഹിലും താരീഖിലും
ഉള്ള മൂന്നാമത്തെ പ്രവർത്തനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ? പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി മാർക്ക് തിരിച്ചു കിട്ടുമോ? ഒരു വീഡിയോ ചെയ്യാമോ? അതായത് നമ്മളിപ്പോൾ പരീക്ഷാ പേപ്പർ ഇപ്പോൾ ഉസ്താദുമാർ നോക്കിക്കഴിഞ്ഞാലും അതിന് പുറമെ വേറൊരു നോട്ടം കൂടെ ഉണ്ടാകും. വലിയ ഉസ്താദുമാർ എന്ത് ചെയ്യും, സമസ്തയുടെ ഭാഗത്തു നിന്നുള്ള ഉസ്താദുമാർ വീണ്ടും ചെക്ക് ചെയ്ത ശേഷമേ എന്ത് ചെയ്യുള്ളൂ, അതിലെ മാർക്ക് പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും എവിടെയും ചോദ്യങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് മാർക്ക് കൊടുക്കും. ഇപ്പോൾ ഇന്നാൾ പറഞ്ഞതുപോലെ തന്നെ ഏതോ ഒരു ഭാഗത്ത് ഓർഡറാക്കി എഴുതാണ്ടായിരുന്നൊരു ബൈത്ത് ഉണ്ടായിരുന്നു, തജ്വീദിലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ മാർക്കൊക്കെ കുട്ടികൾക്ക് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന തെറ്റായതുകൊണ്ട് അതിൻ്റെ മാർക്കൊക്കെ കൂട്ടിക്കൊടുക്കും. അല്ലാതെ കുട്ടികൾക്ക് തെറ്റുള്ളത് അങ്ങനെ കൂട്ടിക്കൊടുക്കലല്ല. കുട്ടികൾ എഴുതിയത് തെറ്റുള്ളത് കൊടുക്കുക എന്നല്ല, മറിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൺഫ്യൂഷൻ ആയപ്പോൾ കുട്ടിക്ക് പോയ മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു കമൻറ്റ്, എൻ്റെ മോന് ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷയിലാണ്. ഫിഖ്ഹ് ലിസാനിലും 2-3 മാർക്ക് നഷ്ടമാകുമോ എന്ന് പേടിയുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം കിട്ടിയില്ല. പരീക്ഷ കഴിയാൻ നേരത്ത് അർത്ഥം വെച്ച് നോക്കി, തെറ്റുമെന്ന് കരുതി എഴുതിയില്ല. 7ാം ക്ലാസ്സിലുള്ള മോൻ ലിസാൻ പ്രയാസമായിരുന്നു. എല്ലാ മക്കൾക്കും ഉന്നത വിജയം നൽകണേ അല്ലാഹ്. അതായത് ഇപ്പോൾ ഇവിടെ ലിസാനിലാണെങ്കിലും ഫിഖ്ഹിലാണെങ്കിലും നമ്മൾ എഴുതേണ്ട ഉത്തരം തെറ്റാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും ഒരു ചോദ്യം പോലും നമ്മൾ എന്ത് ചെയ്യരുത്, വിടരുത്. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാതെ നമ്മൾ ഒരു പേപ്പറും വിടരുത്. പരമാവധി നമുക്ക് ഏകദേശം വരുന്നതോ അതല്ലെങ്കിൽ യോജിച്ച് വരുന്നതോ അതല്ലെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഉത്തരങ്ങളോ അങ്ങനെ എന്തെങ്കിലും എഴുതി വിടണം. വെറുതെ കാലിയാക്കി വിടുക എന്ന് പറഞ്ഞത് ചിലപ്പോൾ അതങ്ങനെ പറ്റ മാർക്കില്ലാതായിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും എഴുതിയിട്ട് അഥവാ മാർക്ക് കിട്ടിയാലോ. അപ്പോൾ പരമാവധി അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരുമ്പോഴും തെറ്റുമോ എന്ന് ഭയന്നിട്ടാണ് ഇപ്പോൾ എഴുതാതിരുന്നത്. ശരിക്കത് എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഏകദേശമൊക്കെ ചില വാക്കുകൾ അർത്ഥത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില വാക്കുകൾ അർത്ഥം അല്ലെങ്കിൽ ചില വാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ ചിലപ്പോൾ മാർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും 2-3 അല്ലേ, 97 മാർക്കാണ് നമുക്ക് ടോപ്പ് പ്ലസിന് വേണ്ടത്. അതിനുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഈ 2 മാർക്ക് കുറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി മറ്റൊരു കമൻറ്റ് വായിക്കാം. അസ്സലാത്തു ഖൈറും മിനൻ നൗം അർത്ഥം എഴുതി, മുന്നേ പഠിച്ച ഓർമ്മയിൽ അവൻ എഴുതി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഉന്നത മാർക്കോടെ വിജയിക്കാൻ ദുആ ചെയ്യണേ. ഇപ്പോൾ കണ്ടില്ലേ, പല ആളുകളും പല കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചു പോയതല്ലേന്ന്. നമ്മളൊരു കാര്യം ചിന്തിക്കുക, ഈ പഠിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്, മറിച്ച് എന്തല്ല ഒരു പരീക്ഷയോട് കൂടെ അവസാനിപ്പിക്കേണ്ടതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതവരുടെ ജീവിതത്തിൽ പകർത്താൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ. ഇപ്പോൾ ആ കുട്ടിക്കിപ്പോൾ 3ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലോ പഠിച്ചതായിരിക്കും, അത് ഓർമ്മയിലുണ്ട്. പിന്നെ അതുമല്ല, നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അസ്വലാത്തു എന്നുള്ളതിൻ്റെയും ഖൈറുൻ എന്നതിൻ്റെയും മിനൻ നൗം എന്നതിൻ്റെ ഒക്കെ അർത്ഥം കറക്റ്റായിട്ട് ലിസാനിൽ തന്നെ കുറേ തവണ വന്നിട്ടുണ്ട്. ജാബിർ ഉറക്കലിൽ നിന്നും ഉണർന്നു എന്നൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, അതിൽ ഖൈറുന്നുണ്ട്. അതുപോലെ അഖ്ലാഖിൽ ഏതോ ഒരു ഭാഗത്ത് അൽ ഹയാ ഉലായത്തി ഇല്ലാ ബി ഖൈർ, അവിടെയൊക്കെ ഖൈർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്രയും ഭാഗത്ത് ഖൈർ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, അത് ഏകദേശം കുട്ടിക്ക് അറിവുണ്ടായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവുക. ഇതുപോലെ ഉത്തരങ്ങൾ കിട്ടിയ പല കുട്ടികളും ഉണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ. ഉന്നത മാർക്കോടുകൂടെ അള്ളാഹു എല്ലാവരെയും വിജയിപ്പിക്കുമാറാകട്ടെ. ഏതായാലും ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയാണ്. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. റമദാൻ മാസമാണ്. നിങ്ങളുടെ ദുആകളിൽ എന്നെയും ഇൻഷാ അല്ലാഹ് എൻ്റെ ദുആകളിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.